എന്തു പറ്റിയിടോ? നിങ്ങളുടെ ലോറിയിൽ അയച്ച എന്റെ ചരക്കിന് അതിനിയും മംഗലാപുരത്ത് എത്തിയിട്ടില്ല. പാർട്ടി എന്നെ വിളിച്ചിരുന്നു. ലോറി സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുക. അതിന് ഞാൻ എന്ത് വേണം? എന്റെ കുറ്റം കൊണ്ടാ. ഈ നാട്ടിൽ ചരക്കയക്കാൻ വേറെ ലോറി ഇല്ലാഞ്ഞിട്ടല്ല. ഞങ്ങൾ ആരും കരുതിക്കൂട്ടി ചെയ്തതല്ല. ആർടിഒയും പോലീസും കൂടെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്താൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? കഴിഞ്ഞ ആഴ്ച അയച്ച ലോഡ് 2 ദിവസം താമസിച്ച് അവിടെ കിട്ടിയത്. അന്നും ഇത് തന്നെ കാരണങ്ങൾ പറഞ്ഞു. അത് ഞാൻ സഹിച്ചു. ഇനി പറ്റില്ല. എനിക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. വിഷമിച്ചിട്ട് കാര്യമില്ല. എന്റെ ദണ്ണം കൊണ്ട് ഞാൻ പറഞ്ഞതാ. ഏതായാലും ഈ പ്രാവശ്യത്തിൽ കൂടി ഞാൻ ക്ഷമിച്ചു. ഇന്നലെ ഈ 3 ലോറി പിടിച്ചു. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും നമ്മൾ? എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആശാൻ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആരുടെ കാല് പിടിക്കണം? അല്ലെങ്കിൽ ആരുടെ പോക്കറ്റിലാണ് നിക്ഷേപിക്കേണ്ടത്? അതോ ഈ ബിസിനസ് നിർത്തണോ? ചേട്ടാ, എന്താ നിനക്ക് വേണ്ടേ? ഒടിയപ്പുറത്ത് നമുക്ക് ആർടിഒ ഒന്ന് കണ്ടാലോ? ആർടിഒ അല്ലേ? എനിക്കറിയാം, നമ്മുടെ പങ്കജാക്ഷൻ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാ ഒരു കാര്യം സത്യ, ഞാൻ സ്വല്പം പൊങ്ങച്ചം പറയും. ചെറുപ്പം പോലെ ശീലിച്ചു പോയോണ്ട് പെട്ടെന്ന് മാറ്റാനും പറ്റുന്നില്ല. പക്ഷെ ഇതങ്ങനെയല്ല. അയാളെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധുവാ. എനിക്ക് കേക്കണ്ട. ഹാ, ഒന്ന് വിശ്വസിക്കും മോനെ. ഞാൻ സ്വല്പം പുളു അടിക്കും. ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ സത്യമായിട്ട് സത്യമാ. നമുക്കൊന്ന് കാണാം മോനെ. എടാ, എന്നെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകട്ടാ. ശരി. ഇവൻ എന്നെ നന്നായിട്ട് അറിയാം. ഞാനൊരു ക്രൂരനൊന്നുമല്ല പക തീർക്കാൻ. വ്യക്തിപരമായി അനന്തനോട് എനിക്ക് ഒരു വൈരാഗ്യവുമില്ല. മുകളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ മിനിമം ഒരു ദിവസം 1 ലോറിയെങ്കിലും പിടിച്ചിരിക്കണമെന്നുള്ളതാണ്. കാരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സൗകര്യമില്ലടോ എന്ന് പറയാനുള്ള ചങ്കൂറ്റം എനിക്കില്ലെന്നുള്ളതാണ് സത്യം. തന്റെ കഴിവിടുന്നില്ല ഞങ്ങളോട് പറയുന്നത്. തനിക്ക് ഈ കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ? ഞാൻ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. ഒരുപക്ഷെ മോളെ പിടിച്ചാൽ നിന്റെ ഞാൻ വല്ലതും പറഞ്ഞു പോകും കേട്ടോ. ശങ്കരേട്ടാ, ഇതുപോലെ നട്ടലില്ലാത്ത സുഹൃത്തുക്കൾ ഇനിയുണ്ടോ ശങ്കരേട്ടാ? കിട്ടുമോ ഇപ്പോ? ഒന്നും പറയണ്ട. ഇനി എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ആരാ ലോറി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ്? എനിക്കറിയാം, ദിവാകരൻ. വാ. യാതൊരു കാരണവും കൂടാതെ ലോറികൾ പിടിച്ചെടുക്കുക, സ്റ്റേഷനിൽ തടഞ്ഞിടുക, ഡ്രൈവറെയും മറ്റും ഭീഷണിപ്പെടുത്തുക. ജില്ലയിൽ സർക്കാരിന്റെ കിങ്കരന്മാർ നടത്തുന്ന ലോറി വേട്ട തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. 2 അല്ല 3 അല്ല, മഹാലക്ഷ്മി ട്രാൻസ്പോർട്ടിന്റെ 17 ലോറികളാണ് ഒരു കാരണവും കൂടാതെ ഇവർ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതിപ്പോഴും തുടരുന്നു. ഇതിങ്ങനെ തുടർന്നാൽ അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിനും മാനസിക വ്യഥയ്ക്കും ആര് ഉത്തരവാദിത്വം പറയും? പെർമിറ്റിലോ മറ്റു റെക്കോർഡ്സിലോ ഒരു തെറ്റുപോലും ചൂണ്ടിക്കാണിക്കാൻ ഇവർക്കില്ല. ഒരു കാരണവും കൂടാതെ തുടരുന്ന ഈ പ്രതികാര നടപടികൾ നിർത്തുവാൻ അസോസിയേഷൻ വേണ്ട നടപടികൾ എടുക്കണമെന്ന് ഇതിന്റെ ഒരു മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത് വാസ്തവമാണെങ്കിൽ സർക്കാരിന്റെ ഈ നടപടികൾക്കെതിരെ അസോസിയേഷൻ ശക്തമായി പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ശക്തമായ ഒരു പ്രതിഷേധക്കുറിപ്പ് ഇന്ന് തന്നെ ബന്ധപ്പെട്ട വകുപ്പിനും ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിക്കും അയച്ചു കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. സമരം ചെയ്യണം. നാളെ മുതൽ ജില്ലയിൽ ഒരു ലോറിയും റോഡിൽ ഇറക്കരുത്. അതെ, അതാണ് ശരി. നാളെ മുതൽ നമ്മൾ എല്ലാവരും സമരത്തിനിറങ്ങണം. ആദ്യം പ്രതിഷേധക്കുറിപ്പാവട്ടെ, പിന്നെ മതി സമരം. അതാ അതിന്റെ ശരി. അല്ലാതെ ഒറ്റയടിക്ക് സമരമൊന്നും വേണ്ട. സമരം പ്രതിഷേധത്തിന്റെ 2ാം ഘട്ടമായിരിക്കും. ആദ്യം പ്രതിഷേധക്കുറിപ്പ്, അതാണ് കീഴ്വഴക്കം. എന്താ പ്രസിഡന്റ് പറഞ്ഞതാ കാര്യം. വെറുതെ സമരം ചെയ്തൊന്നും പ്രയോജനമില്ല.
സുഹൃത്തുക്കളെ, ഭൂരിപക്ഷ തീരുമാനമനുസരിച്ച് ബഹുമാനപ്പെട്ട മെമ്പർ അനുഭവിക്കേണ്ടി വന്ന സാമ്പത്തിക നഷ്ടത്തിനും മാനസിക വ്യതയ്ക്കും എന്താ വാ. നാളെ മുതൽ ജില്ലയിലെ ലോറി തൊഴിലാളികൾ ഒന്നടങ്കം പണിമുടക്കില്ല. പണിമുടക്കോ? ആരുടെ തീരുമാനം? യൂണിയന്റെ തീരുമാനം. ഇതാ പോസ്റ്റർ വരെ അടിച്ചു കഴിഞ്ഞു. മുതലാളിമാരെ കൂടി ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് നിങ്ങളും സഹകരിക്കണം. പെട്ടെന്നൊരു സമരത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ വേണ്ട. തൊഴിലാളികളുടെ കൂട്ടത്തിൽ കരിങ്കാലികളില്ല. ഞങ്ങളുടെ യൂണിയനിൽപ്പെട്ട ഒരാളെ ഇത് ബാധിക്കുകയാണെങ്കിൽ അത് ഞങ്ങളെ മുഴുവൻ ബാധിക്കുന്ന തുല്യമാണ്. തുടക്കത്തിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. തൊഴിലാളി ഐക്യം ഒരു തൊഴിലാളികൾ ഒന്നടങ്കം പണിമുടക്കിലേക്ക്. എല്ലാം കൂടെ 500 രൂപ ചെലവാ എനിക്ക്. വാ ശങ്കരേട്ടാ. ആദ്യത്തെ ദിവസം 2, പിന്നെ 3, പിന്നെ 4, അങ്ങനെ മൊത്തം 17 ലോറികൾ. അവൻ ശരിക്കും ഒന്ന് ഒതുങ്ങിയതായിരുന്നു. ഛേ, കഷ്ടമായി പോയി. ഈ തൊഴിലാളികളെ അവൻ എങ്ങനെ കയ്യിലെടുത്തു? അവന്റെ തലയിൽ ഇങ്ങനൊരു തറുതല തോന്നുന്ന ആര് വിചാരിച്ചു? അവന്റെ തല മണ്ണാൻ കട്ട. അവന്റെ തന്റെ അനന്തനായിരിക്കും അതിന്റെ പിന്നിൽ. അയ്യോ, അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. അവൻ ബുദ്ധിയില്ലാത്തവനെന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട. അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് വീണ്ടും അബദ്ധം പറ്റും. അവൻ വെറും പൊണ്ണനല്ല, നന്ന് കല്യാണ പാർട്ടി വെച്ച് തെളിയിച്ചതല്ലേ. സമരമെങ്കിൽ സമരം തന്നെ. എന്നാലും അവന്റെ 20 ലോറികൾ കട്ടപ്പുറത്തിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ 40 എണ്ണോ? അതും കട്ടപ്പുറത്തിരിക്കണ്ടേ? നമ്മുടെ 2 കണ്ണ് പോയാലും അവന്റെ ഒരെണ്ണം പൊട്ടണം എന്ന് പറഞ്ഞു പോയാണല്ലോ നിന്റെ വർത്തമാനം. പിന്നെ എന്നാ ചെയ്യണമെന്ന് അച്ഛൻ പറയണേ? എന്തായാലും ശരി, ചേക്കുടി പ്രദേശത്തിന്റെ ലോറികൾ പണിമുടക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പോ താൻ പറഞ്ഞു വരുന്നത് നമ്മൾ ചവച്ചു തുപ്പിയത് നമ്മൾ തന്നെ തിരിച്ചു തിന്നണം അല്ലേ? നടപടിയെടുക്കണമെന്ന് പറഞ്ഞവരോട് നമ്മൾ വിളിച്ചു പറയണം വേണ്ടാന്ന് അല്ലേ? ഉറക്കിച്ചേട്ടാ, 1ഉം 2ഉം ലോറികൾ ഉള്ളവരാ കൂടുതൽ. നമുക്ക് 40 എണ്ണം ഉണ്ട്. നമ്മുടേതുമായി തട്ടിച്ചു നോക്കുമ്പോൾ മറ്റുള്ളവരുടെ നഷ്ടം നിസ്സാരമാണ്. തനിക്ക് നിർബന്ധമാണ്, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. കൂട്ടത്തിലെ ഇറക്കി വിടാൻ പറ. പിന്നെ തീർന്നല്ലോ. എന്നിട്ട് നന്മ നിറഞ്ഞ മറിയമേയും ചൊല്ലി കാത്തിരുന്നു. അയാള് പൂമാല ഇട്ടിരും കഴുത്തില്. ചെറിയാച്ച, ആ എന്താ സൂചില്ലേ? നന്നായിരിക്കുന്നു. എന്നാലേ ആ റോഡിലോട്ട് ഇറങ്ങുന്നില്ലേ, 4 പേര് കേൾക്കും. നാണമില്ലല്ലോ വഴക്കിടാൻ. ഞാൻ ഒരുത്തനില്ലേ ഇവിടെ. ഒരു വഴി അടഞ്ഞ അടയട്ടറാ, വേറൊരു വഴി ഉണ്ടാവും. ഇന്ന് ഈ നാട്ടിൽ ഞാൻ വിചാരിച്ച പലതും നടക്കും. എന്താ നിനക്കൊക്കെ സംശയമുണ്ടോ? ഉണ്ടോടാ ബാബാ? ഒരു സംശയമില്ലേ. എന്നാ ഇന്ന് നിങ്ങൾ കണ്ടോ, ഇന്ന് രാത്രി അനന്തന്റെ